ഹലോ, ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഹെവി മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയൽ, കംപ്ലീറ്റ്ലി ഈ ഒരു സീക്വൻസ് വർക്കിലാണ് ഇത് വന്നിട്ടുള്ളത്. ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല. അതാണ് ഡൈയിങ് മെറ്റീരിയൽസിൽ നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യുമ്പോഴേ അതിൻ്റെ ആ ഒരു എക്സാക്റ്റ് ലുക്ക് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഫ്രഷായി വന്നുകൊണ്ട് നമ്മൾ 2-3 ബ്രൈഡ്സ് ഇത് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കളറിലേക്ക് അത് ഡൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കളേഴ്സൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലേക്കാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഡീറ്റെയിലിങ് കണ്ടില്ലേ, നല്ല ഹെവി ആയിട്ട് സ്കേർട്ട് പോർഷൻ ഒക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ മെറ്റീരിയൽ ചൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടില്ലേ, വർക്ക് നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിലിനി എക്സ്ട്രാ വർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതല്ലാതെ തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെയാണുള്ളത്. ഓറഞ്ച് ഷെയ്ഡിലേക്കാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കളേഴ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഡൈയിങ് മെറ്റീരിയൽസിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അതായത് ഓരോ കളർ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് അത് വരുന്നത്.